ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ എക്സാം എഴുതാം, എങ്ങനെയാണ് പഠിച്ചെടുക്കുക, കുറച്ച് ടിപ്സ്, എങ്ങനെ പാസ്സാവാനുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ സിലബസ് ഒന്ന് ഓടിച്ച് നോക്കുക. എങ്ങനെയാണ്, എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്, ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉണ്ട്, നമുക്ക് ഒരുപാട് വർക്ക്സ് ഉണ്ട്, പോയംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക, വർക്കിൻ്റെയും അതുപോലെ അതിൻ്റെ ഓതറും പിന്നെ നമുക്ക് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയറും വെച്ചിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്തും അത് ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഏത് ചാപ്റ്ററൊക്കെ പഠിച്ചു, ഏതൊക്കെ കവർ ചെയ്തു, ഇനി എവിടെ നോക്കണം എന്നുള്ളതൊക്കെ ആ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പേജിൽ ഇതുപോലെ ഒരു പേജ് എടുത്ത് സെൻറ്റർ ഫോൾഡ് ചെയ്താൽ കഴിഞ്ഞ 4 സൈഡ് കിട്ടുമല്ലോ, അവിടെ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി ഓതറുടെ പേരും നമ്മുടെ വർക്കിൻ്റെ പേരും പിന്നെ അത് പബ്ലിഷ് ചെയ്ത ഇയറും. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേജ് എടുത്ത് നോക്കിയിട്ട് ഓരോ വർക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് മെമ്മറൈസ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ ബുക്ക് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് ഒന്നും കൂടെ നിങ്ങൾക്ക് മെമ്മറിയിൽ അവിടെ പതിയും, ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യും. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ എഫക്റ്റീവ് ആവും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ പുറത്തുനിന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ഫുൾ നമ്മുടെ മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മുടെ മെറ്റീരിയലിൽ സൈഡിൽ ബോക്സ് ആയിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആ പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്ത് ആ പോയിൻ്റ് എന്താണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ആ പോയിൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ സോൾവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നമ്മൾ ചില ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 1-2 ക്വസ്റ്റ്യനെങ്കിലും ആ സ്കിപ്പ് ചെയ്ത പാർട്ടൊന്നും കൂടെ വരും. അതെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മാത്രമേ ആ സ്കിപ്പ് ചെയ്ത പാർട്ടൊന്ന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താ അതും ആൻസർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാ പാർട്ടും, കാരണം നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒട്ടുമിക്ക പാർട്ടൊന്നും അതിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ പാർട്ടും ഒന്ന് കവർ ചെയ്യാൻ അത് ഹെൽപ്ഫുള്ളാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ 2 എക്സാം നടന്നിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെമ്മിൻ്റെ, ആ 2 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. SGOയുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. അതിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കൂടെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ഷോർട്ട് നോട്ട് നിങ്ങൾ കീപ്പ് ചെയ്ത് വയ്ക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്ററൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണെങ്കിലും ഒന്നുകൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ നോട്ട്സ് കീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ അത് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതും ഷോർട്ട് പോയിൻ്റ് ആക്കിയിട്ട് എഴുതി വയ്ക്കുക. ഒരുപാട് വാരി വലിച്ച് എഴുതാതെ ഷോർട്ട് പോയിൻറ്റ്സ് ആക്കിയിട്ട് എഴുതി വെച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റ്സും ഒന്നുകൂടെ ഒന്ന് ഓർഡർ ആക്കി വെക്കാനത് സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും എല്ലാ പാർട്ടിൻ്റെയും ഒരു തീംസ് എന്താണെന്ന്, ഒരു പോയാണെങ്കിലും എന്താണ് അതിൽ പറയുന്നതെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ആ തീം മാത്രം ചിലപ്പം ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുകയാണെങ്കിലും എഴുതാം. പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ സ്കിപ്പ് ചെയ്യുന്ന പാർട്ടിൽ നിന്ന് ഏതെങ്കിലും 1-2 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ തന്നെ ഒട്ടുമിക്ക എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് ഇത് വരും എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ എക്സാമിന്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാറ്റേണിലാണ് വരുന്നത്. ഫസ്റ്റത്തെ ഒരു സെക്ഷൻ, A സെക്ഷൻ, 3 പാർട്ടാക്കിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ. അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് 1 or 2 സെൻറ്റൻസിൽ അല്ലെങ്കിൽ 4 സെൻറ്റൻസിൽ ആൻസർ എഴുതാനുള്ള ഭാഗമാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത പാർട്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിട്ട് വേറെ ക്വസ്റ്റ്യൻസ് എഴുതാം. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. എസ്സേയിൽ 4 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. അതും നിങ്ങൾ പഠിക്കാത്ത പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ എസ്സേ വരുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിൽ അതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും ഒന്ന് അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ സോൾവ് ചെയ്ത് നോക്കുക. കാര്യം നമുക്ക് ഒന്ന് എഴുതി നോക്കുക അല്ലെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അതൊന്നുകൂടെ സിമ്പിളാവും. ഒന്ന് വായിച്ചെങ്കിലും നോക്കുക, ആ എസ്സേക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അതും ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു വഴിയാണ്.
പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും എസ്സേ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും അത് തന്നെ റിപ്പീറ്റ് അടിച്ച് വരും. അപ്പോൾ കുറച്ച് നമ്മുടെ ടെക്സ്റ്റിൻ്റെ പിന്നിലുണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് സൈറ്റിൽ നിന്നും കിട്ടുമല്ലോ, അതൊക്കെ ഒന്ന് എഴുതി വെച്ച് ഒന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ ഓതേഴ്സിൻ്റെ അതുപോലെ തന്നെ വർക്ക്സിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിയർ ചെയ്ത് നോക്കുക, പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നോക്കുക, പിന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈഡിലുള്ള പോയിൻറ്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ വല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക, അതിൻ്റെ പാറ്റേണൊക്കെ ശ്രദ്ധിക്കുക, എസ്സേസ് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. അത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.